അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഷഅബാൻ മാസത്തിലാണ് നാം ഉള്ളത്. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വശഅബാനു ഷഹരി, ഷഅബാൻ എൻ്റെ മാസമാണ് എന്നാണ് പഠിപ്പിച്ചത്. നമുക്കറിയാം, ഇസ്ലാമിക ചരിത്രത്തിൽ നിരവധി സംഭവ വികാസങ്ങൾക്ക് സാക്ഷിയായ മാസവും കൂടിയാണ് പരിശുദ്ധ ഷഅബാൻ മാസം. ബൈത്തുൽ മുഖദ്ദസിൽ നിന്ന് കഅബയിലേക്ക് ഖിബ്ലയെ തെറ്റിച്ചത് ഷഅബാൻ മാസത്തിലാണ് എന്ന് പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നുണ്ട്. അതോടൊപ്പം മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേൽ സ്വലാത്ത് ചൊല്ലാൻ ആഹ്വാനം ചെയ്തുകൊണ്ട് പരിശുദ്ധ ഖുർആനിൽ ഇന്നല്ലാഹ വമലായികതഹു യുസല്ലൂന അലൻ നബി യാ അയ്യുഹല്ലദീന ആമനൂ സ്വല്ലു അലൈഹി വസല്ലിമു തസ്ലീമ എന്ന ആയത്ത് അല്ലാഹു തആല അവതരിപ്പിച്ചത് ഷഅബാൻ മാസത്തിലാണ് എന്ന് പണ്ഡിതന്മാരിൽ ഒരു വിഭാഗം പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നത് കാണാൻ കഴിയും. ഇങ്ങനെ നിരവധി സംഭവ വികാസങ്ങൾക്ക് സാക്ഷിയായ പരിശുദ്ധ ഷഅബാൻ മാസം എന്തുകൊണ്ടും നമുക്ക് അല്ലാഹുവിലേക്ക് അടുക്കാൻ പറ്റിയ ഏറ്റവും പ്രധാനപ്പെട്ട മാസമാണ്. നോമ്പ് നോൽക്കൽ വളരെയധികം പുണ്യം ലഭിക്കുന്ന മാസം. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറഞ്ഞു, പരിശുദ്ധ റമളാൻ കഴിഞ്ഞാൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഷഅബാനിൽ നോമ്പ് നോറ്റതുപോലെ മറ്റൊരു മാസത്ത് നോമ്പ് നോറ്റതായി ഞാൻ കണ്ടിട്ടില്ല. അപ്പൊ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പോലും നോമ്പ് നോൽക്കാൻ ഏറ്റവും കൂടുതൽ സമയം കണ്ടെത്തുകയും ഉത്സാഹം കാണിക്കുകയും ചെയ്ത മാസമാണ് പരിശുദ്ധ ഷഅബാൻ മാസം. നമുക്കറിയാം, ഈ ഷഅബാൻ മാസത്തിൽ മഹാരഥന്മാരായ പണ്ഡിതന്മാർ, ഇമാമിയങ്ങൾ, അവരൊക്കെ അവരുടെ ജീവിതത്തിൽ പകർത്തിയ ആശയങ്ങൾ എന്താണ് എന്ന് ഇമാമിയങ്ങൾ ഗ്രന്ഥങ്ങളിലൂടെ രേഖപ്പെടുത്തുന്നത് കാണാൻ കഴിയും. അൻസർ റളിയല്ലാഹു അൻഹു പറയുന്നു, മുസ്ലിമീങ്ങൾ ഷഅബാൻ മാസം കടന്നു വന്നാൽ അവരൊക്കെ പിന്നീട് അവരുടെ ശ്രദ്ധകൾ മുഴുവനും മുസ്ഹഫുകളിലേക്കായിരുന്നു. അവർ മുസ്ഹഫിലെ പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യും. അവരുടെ സമ്പത്തുകളുടെ സക്കാത്തുകൾ അവർ പുറപ്പെടുവിക്കും. കാരണം പരിശുദ്ധ റമളാൻ മാസത്തിൽ നോമ്പ് നോൽക്കാൻ വേണ്ടി ദുർബലരെയും അതുപോലെ തന്നെ അഗതികളെയും അതൊന്ന് ശക്തിപ്പെടുത്താനും അവർക്കൊരു പ്രേരണയാകാനും അവരവരുടെ സമ്പത്തുകളുടെ സക്കാത്തുകൾ വരെ പുറപ്പെടുവിക്കാറുണ്ടായിരുന്നു എന്ന് സലഫ് റളിയല്ലാഹു അൻഹു പറഞ്ഞു. ഷഅബാൻ മാസം എന്ന് പറഞ്ഞാൽ അത് ഷഹ്റുൽ ഖുർആൻ, ഖുർആൻ പാരായണം ചെയ്യുന്നവരുടെ മാസമായിട്ടാണ് പറയപ്പെടുന്നത്. ഹബീബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇദാ ദഖല ഷഅബാൻ, ഷഅബാൻ മാസം കടന്നു വന്നാൽ പറയാറുണ്ടായിരുന്നു, ഹാദാ ഷഹ്റുൽ ഖുർആൻ, ഇത് ഖുർആനുകളുടെ മാസമാണ്, ഖുർആൻ പാരായണം ചെയ്യുന്നവരുടെ മാസമാണ്. അംർ ഇബ്നു ഖൈസ് റളിയല്ലാഹു അൻഹു മഹാനവറുകൾ ഷഅബാൻ മാസമായാൽ പിന്നെ എല്ലാ തിരക്കുകളും അങ്ങ് മാറ്റിവെച്ച് വതഫറഗ ലിഖിറാഅത്തിൽ ഖുർആൻ, ഖുർആൻ പാരായണം ചെയ്യാൻ വേണ്ടി ഇറങ്ങിത്തിരിക്കാറുണ്ടായിരുന്നു എന്നാണ്. ഇങ്ങനെ നിരവധി സംഭവങ്ങൾ. ഹസൻ ഇബ്നു സഹൽ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അല്ലാഹുവിനോട് ഷഅബാൻ മാസം ചോദിച്ചു, യാ റബ്ബി, എൻ്റെ റബ്ബേ, എന്നെ നീ രണ്ട് പ്രധാനപ്പെട്ട മാസങ്ങൾക്കിടയിലാണ് ആക്കിയത്, ഒന്ന് റജബിന്റെയും മറ്റൊന്ന് റമളാനിന്റെയും ഇടയിൽ. അപ്പൊ എനിക്കെന്ത് കിട്ടാനാണ് എന്ന് ചോദിച്ചപ്പോൾ അല്ലാഹു തആല ഷഅബാൻ മാസത്തോട് പറഞ്ഞ മറുപടി, ജഅൽതു ഫീക ഖിറാഅത്തുൽ ഖുർആൻ, നിന്നിൽ ഞാൻ ഖുർആൻ പാരായണം ചെയ്യലിനെ ആക്കിയിട്ടുണ്ട് എന്നാണ്. അപ്പൊ നിരവധി ഖുർആൻ പാരായണം ഷഅബാൻ മാസത്തിൽ നടക്കണം. റമളാനിലെ ഖുർആൻ പാരായണത്തിന് ഷഅബാനിലെ ഖുർആൻ പാരായണം നമുക്ക് പ്രചോദനമാകണം, പ്രേരണയാകണം എന്നാണ് പറഞ്ഞതിന്റെ ആകത്തുക. ആകയാൽ പറഞ്ഞു വന്നത്, ഇബാദത്തുകൾക്ക് വേണ്ടി സമയം കണ്ടെത്താൻ അല്ലാഹു തആല നമുക്ക് സംവിധാനിച്ച വളരെ പ്രധാനപ്പെട്ട വിശുദ്ധമായ മാസമാണ് ഷഅബാൻ മാസം. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടി പറഞ്ഞ് ഞാൻ എൻ്റെ ഈ സംസാരം നിർത്തുകയാണ്. ഷഅബാനിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദിവസമാണ് ബറാഅത്ത് ദിവസം. അതായത് ഷഅബാനിലെ 15-ാം ദിവസം. ബറാഅത്തിന്റെ രാവിനും ബറാഅത്തിന്റെ പകലിനും വലിയ മഹത്വമുണ്ട്. ഇസ്ലാം പഠിപ്പിച്ചത് കാണാം. ബറാഅത്തിന്റെ രാവ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചത് കാണാൻ കഴിയും. എല്ലാവരുടെയും പാപങ്ങൾ അല്ലാഹു തആല പൊറുക്കുന്ന രാവാണ് അത്. ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തിൻ മുബാറക, വളരെ അനുഗ്രഹീതമായ രാവിൽ ഖുർആൻ നാം അവതരിപ്പിച്ചിട്ടുണ്ട്. അന്നാണ് ജനങ്ങളുടെ കാര്യങ്ങൾ മുഴുവനും അടുത്ത വർഷത്തേക്ക്, വർഷം വരെ തീരുമാനിക്കപ്പെടുന്നത് എന്ന് പറഞ്ഞ കൂട്ടത്തിൽ പല അഭിപ്രായ വ്യത്യാസം പണ്ഡിതന്മാർക്കിടയിൽ രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ടെങ്കിലും
അത് ബറാഅത്തിന്റെ രാവാണ് എന്ന് നല്ലൊരു ശതമാനം പണ്ഡിതന്മാർ അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. ഏതായാലും പറഞ്ഞു വന്നത്, ആ ബറാഅത്തിന്റെ രാവിൽ എല്ലാവരുടെ പാപങ്ങൾ അല്ലാഹു തആല പുറത്തു കൊടുക്കും എന്ന് പറഞ്ഞപ്പോ ചില വിഭാഗം ആളുകളെ അല്ലാഹു തആല മാറ്റിവെച്ചിട്ടുണ്ട്. ഒരിക്കലും അത്തരക്കാരുടെ പാപങ്ങൾ അല്ലാഹു തആല ആ രാവിൽ പോലും പുറത്തു കൊടുക്കുകയില്ല എന്നാണ് മഹാന്മാരായ പണ്ഡിതന്മാർ പഠിപ്പിച്ചിട്ടുള്ളത്. ആ കൂട്ടത്തിൽ വളരെ പ്രധാനമായും എടുത്തു പറഞ്ഞത്, ഒന്ന്, മനസ്സിൽ വിദ്വേഷം വെച്ച് നടക്കുന്ന ആളുകൾ ഒരിക്കലും അവരുടെ പാപം അന്നത്തെ രാവിൽ പോലും അല്ലാഹു തആല പുറത്തു കൊടുക്കില്ല. വലാ ഇലാ ഖാതിഇ റഹിം, കുടുംബ ബന്ധം മുറിച്ചവർ, അവരുടെ പാപങ്ങൾ അല്ലാഹു പൊറുക്കൂല. ഇതുപോലെ തന്നെ വലാ ഇലാ ആഖിലി വാലിദൈഹി, മാതാപിതാക്കളെ മനസ്സ് വേദനിപ്പിച്ചവർ, ഒരിക്കലും അവരുടെ പാപം അല്ലാഹു തആല പൊറുക്കൂല. വലാ ഇലാ മുദ്മിനി ഖംർ, മദ്യപിക്കുന്ന ആളുകളുടെ പാപം ഒരിക്കലും അല്ലാഹു തആല പൊറുക്കൂല. അതുകൊണ്ട് അന്നത്തെ രാവിൽ അല്ലാഹു തആല പാപങ്ങൾ പുറത്തു തരണമെങ്കിൽ മദ്യപിക്കുന്നവർ അതിൽ നിന്ന് മാറി നിൽക്കണം, അല്ലാഹുവിലേക്ക് പശ്ചാത്തപിക്കണം. മാതാപിതാക്കളെ മനസ്സ് വേദനിപ്പിച്ചവർ അവരോട് പൊരുത്തം ചോദിക്കണം. കുടുംബ ബന്ധം മുറിച്ചവർ അതിൽ നിന്ന് മാറി ചിന്തിച്ച് കുടുംബ ബന്ധം ചാർത്തുന്നവരാകണം. ഇതുപോലെ തന്നെ മാനസികമായി മറ്റുള്ളവരോട് വിദ്വേഷം വെച്ച് പുലർത്തുന്ന ആളുകളാണെങ്കിൽ പൂർണ്ണമായും അതിൽ നിന്ന് മാറി നിന്ന് എല്ലാവരെ സ്നേഹിക്കുന്ന ഒരു മനസ്ഥിതി നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. എന്നാൽ മാത്രമേ ആ രാവിൽ പോലും അല്ലാഹു തആല നമ്മുടെ പാപങ്ങളെ പുറത്തു തരികയുള്ളൂ. പ്രിയപ്പെട്ടവരെ, ആ ബറാഅത്തിന്റെ രാവ് സൽക്കർമ്മങ്ങൾക്ക് വേണ്ടി ചെലവഴിച്ച് അന്നത്തെ രാവിൽ 15-ാം രാവിൽ മഗ്രിബിന്റെയും ഇശാഇന്റെയും ഇടയിലുള്ള വളരെ ബറക്കത്താക്കപ്പെട്ട സമയം നമ്മളെല്ലാവരും 3 യാസീൻ പാരായണം ചെയ്യുന്നത് ശ്രമിക്കണം, മറന്നു പോകരുത്. ഒന്ന്, നമ്മുടെ ആയുസ്സിൽ ബറക്കത്ത് കിട്ടാൻ. 2, ബറക്കത്തുള്ള റിസ്ക് നമുക്ക് ലഭിക്കലോടുകൂടെ ആ റിസ്ഖിൽ വിശാലത ലഭിക്കാൻ. 3, നമ്മൾ ആരും പരാജിതരിൽ പെടാതെ വിജയികളിൽ പെടാൻ അല്ലാഹു വിജയികളുടെ ലിസ്റ്റിൽ നമ്മെ പെടുത്തി തരാൻ. ഈ 3 നിയത്തുകളോടുകൂടെ നമ്മൾ അന്ന് രാവ് ഇൻഷാ അല്ലാഹ് 3 യാസീൻ പാരായണം ചെയ്യണം എന്ന് പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുന്നതോടൊപ്പം ആ ബറാഅത്തിന്റെ രാവും പകലും ഇബാദത്തുകൾക്ക് വേണ്ടി സമയം ചെലവഴിക്കാൻ ശ്രമിക്കണം എന്ന് ഓർമ്മപ്പെടുത്തി വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം നിങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്താനുള്ളത്, മഹത്വമുള്ള ദിവസങ്ങളും രാത്രികളും നമ്മിലേക്ക് കടന്നു വരുന്നത് ആ ദിവസങ്ങളെയും രാത്രികളെയും കണക്കിലെടുത്ത് അല്ലാഹുവിലേക്ക് അടുക്കാനാണ്. എന്നാൽ പലപ്പോഴും ചിലർക്ക് അതിന് സാധിക്കില്ല എന്ന് വരുന്നത് തീർച്ചയായും അല്ലാഹുവിന്റെ വെറുപ്പ് അവരിൽ സംഭവിച്ചിട്ടുണ്ട് എന്നാണ് അതിന്റെ താല്പര്യം എന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ പഠിപ്പിച്ചത് കാണാൻ കഴിയും. നിങ്ങൾ നോക്ക്, ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു ഇഹ്യയിൽ രേഖപ്പെടുത്തിയത് കാണാൻ കഴിയും. അല്ലാഹു തആല ഇദാ അഹബ്ബ അബ്ദൻ ഇസ്തഅമലഹു ഫിൽ ഔഖാത്തിൽ ഫാദിലതി ബിഫവാദിലിൽ അഅമാൽ. അല്ലാഹു തആല ഒരു അടിമയെ ഇഷ്ടപ്പെട്ടാൽ മഹത്വമുള്ള സമയങ്ങളിൽ സൽക്കർമ്മങ്ങൾ ചെയ്ത് അല്ലാഹുവിലേക്ക് അടുക്കാനുള്ള ഒരു പ്രത്യേകമായ സാഹചര്യം അല്ലാഹു തആല അവന് ഉണ്ടാക്കി കൊടുക്കും എന്നാണ്. അതേസമയം ഒരടിമയെങ്കാലും അല്ലാഹു തആല വെറുത്താൽ ഇസ്തഅമലഹു ഫിൽ ഔഖാത്തിൽ ഫാദിലതി ബിസയ്യിൽ അഅമാൽ ലിയകൂന ദാലിക ഔജഅ ഫി ഇഖാബിഹി എന്ന് ഗസാലി ഇമാം പറയാണ്. ഒരു അടിമയിലെങ്കാലും അല്ലാഹുവിന്റെ വെറുപ്പ് സംഭവിച്ചാൽ തീർച്ചയായും ആ മഹത്വമുള്ള രാപ്പകലുകളിൽ പോലും തെറ്റ് ചെയ്തുകൊണ്ട് അല്ലാഹുവിൽ നിന്ന് അകന്നു നിൽക്കാനുള്ള സാഹചര്യമാണ് പലപ്പോഴും അല്ലാഹു തആല അവന് ഉണ്ടാക്കുക എന്നാണ്. ഞാൻ പറഞ്ഞു വന്നത്, നല്ല നല്ല വിലപിടിപ്പുള്ള രാപ്പകലുകൾ നമ്മിലേക്ക് കടന്നു വരുമ്പോൾ സുഹൃതങ്ങളും സൽക്കർമ്മങ്ങളും ചെയ്ത് അല്ലാഹുവിലേക്ക് അടുക്കുക, അങ്ങനെ ഒരു മനസ്ഥിതി ഒരടിമക്കുണ്ടാവുക എന്ന് പറഞ്ഞാൽ തീർച്ചയായും അല്ലാഹ് അവനെ പൊരുത്തപ്പെട്ടിട്ടുണ്ട് എന്നതിന്റെ അടയാളമാണ്. പക്ഷേ അത്രയും വിലപിടിപ്പുള്ള രാപ്പകളിൽ പോലും സൽക്കർമ്മങ്ങൾ ചെയ്യാൻ കഴിയാതെ ആ സമയങ്ങളിലും തോന്നിവാസം ചെയ്ത് ഹറാമുകൾ സംസാരിച്ച്, ഹറാമുകൾ കേട്ട്, ഹറാമുകൾ പിടിച്ച്, ഹറാമുകൾ ചിന്തിച്ച്, ഹറാമുകൾ കണ്ട്, ഹറാമുകൾ സംസാരിച്ച്, ഹറാമുകളിലേക്ക് നടന്നു നീങ്ങി താന്തോന്നികളായി നടക്കുകയാണെങ്കിൽ തീർച്ചയായും അത്തരക്കാർ അല്ലാഹുവിന്റെ ദേഷ്യവും വെറുപ്പും നേടിയെടുത്തവരാണ് എന്നതിന്റെ അടയാളമാണ് എന്ന് ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു പറഞ്ഞത് എത്ര മഹത്വമേറിയ അർത്ഥമുള്ളതായി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് നല്ല മഹത്വമേറിയ പകലുകളെ മുഴുവനും സൽക്കർമ്മങ്ങൾ യഥേഷ്ടം വർദ്ധിപ്പിച്ച് ശ്രദ്ധാവായ റബ്ബിലേക്ക് അടുക്കാനും ആ റബ്ബിലേക്ക് ഖൽബ് തിരിച്ച് ജീവിക്കാനുള്ള
നല്ലൊരു അവസരം ഉണ്ടാക്കിയെടുക്കുക. അല്ലാഹു തആല നമുക്കെല്ലാം തൗഫീഖ് ചെയ്യട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.